Hi dear students, അപ്പോൾ നമ്മൾ +2 കെമിസ്ട്രിയിലെ നാളത്തെ എക്സാമിനേഷന് ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൽ നിന്ന് ചോദിക്കും. വളരെ ഈസിയാണ്. അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ എഴുതാൻ പറയും. അതിനുവേണ്ടി നിങ്ങൾ 3 കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാതെ പോകരുത്. ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാതെ പോകരുത്. ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇത് മനസ്സിലാവും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഈതൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്ന് പറയുമ്പോൾ C2H5 അമീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ NH2 ആണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി. സോ ദിസ് ഇസ് പ്രൈമറി. ഓക്കെ, ദിസ് ഇസ് ആരാ? N ആണെങ്കിൽ ടെർഷറി, NH ആണെങ്കിൽ സെക്കൻഡറി. അങ്ങനെ പഠിച്ചാൽ മതി. കാരണം നോക്കടാ, ഇവിടെ NH2 ഒരു C2H5 ഗ്രൂപ്പേ ഉള്ളൂ, ഇവിടെ 3 C2H5 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടെർഷറി, ഇവിടെ 2 ഉണ്ട് സെക്കൻഡറി. അങ്ങനെയാണ് ഓർഡർ. മനസ്സിലായോ? ഇനി മീതൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണ്. നോക്കണേ, ഇതാരടാ? ടെർഷറി, ഇതാര്? പ്രൈമറി, ഇതാര്? സെക്കൻഡറി. ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ അമോണിയേക്കാളും അമീൻ ആൽക്കൈൽ അമീന്റെ ബേസിസ് സ്ട്രെങ്ത് കൂടുതല. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഈത്തയിലാണ് അമീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡറി അമീനാണ്. ഇനി മീത്തയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ സെക്കൻഡറി അമീനാണ്. ഓർഡർ തിരിയുന്നത് ഏറ്റവും കുറവ് ആർക്കാണ്? ഈത്തയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്രൈമറിക്കാണ്, പക്ഷെ മീത്തയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടെർഷറിക്കാണ് ഏറ്റവും കുറവ്. രണ്ടിലും കൂടുതൽ ആർക്ക് തന്നെയാണ്? സെക്കൻഡറിക്ക് തന്നെയാണ്. കുറവ് മാത്രമേ മാറുന്നുള്ളൂ. എങ്ങനെയാണ് ഇത് പഠിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പഠിക്കാം. രണ്ടിലും സെക്കൻഡറി ആണ് കൂടുതൽ എന്ന് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഓർഡർ പഠിക്കാം, മറ്റേ ഓർഡറിനെ തിരിച്ചാൽ മാത്രം മതിയല്ലോ. ഈ 2 ആൾക്കാരെ തിരിച്ചാൽ മതിയല്ലോ. അപ്പൊ സെക്കൻഡറി ആണ് രണ്ടിലും ബേസിക് സ്ട്രെങ്ത് കൂടുതലെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പൊ ഈ 2 ഓർഡർ പഠിക്കാം. അപ്പൊ ഈതയിൽ പഠിക്കാം. എന്താണ്? 132. ഈതയിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡറിക്കും ഏറ്റവും കുറവ് പ്രൈമറിക്കുമാണ്. അപ്പൊ ഇവിടെ തിരിച്ചു പഠിക്കാം. മീതൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് അമീനാകുമ്പോൾ തിരിച്ചു പഠിക്കാം. ഈ 2 നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പം ഏറ്റവും കുറവ് അമോണിയേക്കാളും ആൽക്കൈൽ അമീൻ കൂടുതല. എന്താ? ഇതും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം, ഈ ഓർഡറും കൂടെ. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്, വേറെ ഒന്നുമല്ല. അമോണിയേക്കാളും ആൽക്കൈൽ അമീൻ, ഇതിന് എന്തുകൊണ്ടെന്ന റീസണും നാളത്തെ എക്സാം ചോദിക്കാൻ പഠിച്ചു പോവാ. ആൽക്കൈൽ അമീന് അമോണിയേക്കാളും ബേസിസ് സ്ട്രെങ്ത് കൂടുതലും അരൈൽ അമീനേക്കാളും ബേസിസ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും അമോണിയക്ക് എന്ന് പറഞ്ഞാൽ NH3ക്ക്. അമോണിയക്ക് NH3ക്ക് ആൽക്കൈൽ അമീനേക്കാളും ബേസിസ് സ്ട്രെങ്ത് കുറവായിരിക്കും, പക്ഷെ അരൈൽ അമീനേക്കാളും ബേസിസ് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും NH3ക്ക്. അപ്പൊ അരൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീർ എങ്കിൽ NH2, അതിനേക്കാളും NH3ക്ക് ബേസിസ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. NH3ക്കാളും ബേസിസ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും ആർക്കെന്ന് പറഞ്ഞാൽ ആൽക്കൈൽ അമീൻ. ആൽക്കൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതൊക്കെ ആൽക്കൈൽ അമീന. അതാണ്ട് ഇയാൾ അരൈൽ അമീന. C6H6 എന്ന് പറയുമ്പോൾ ബെൻസീർ റിംഗ്, അതിലെ ഒരു ഹൈഡ്രജന് പകരം അമീൻ ആഡ് ചെയ്യും. അപ്പൊ ഇയാളെ പറയുന്ന പേരാണ് അരൈൽ അമീൻ. ദിസ് ഇസ് കോൾഡ് ആരുടെ? അരൈൽ അമീന് പോയിരിക്കുന്നല്ല, അരൈൽ ഗ്രൂപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ബെൻസീൻ അമീൻ എന്നും പറയാം. അരൈൽ അമീനാണ് ഏറ്റവും ബേസിക് സ്ട്രെങ്ത് കുറവ്, അതിനേക്കാളും അമോണിയക്ക് കൂടുതലാണ്. അമോണിയേക്കാളും ആൽക്കൈൽ അമീൻ കൂടുതലാണ്. ഈ ഓർഡറും പഠിച്ചു വയ്ക്കുക. പിന്നെ മീത്തയിലാണോ ഈത്തയിലാണോ അമീനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഓർഡറും കൂടെ പഠിച്ചു വയ്ക്കുക. ഈ 1, 2, 3 ഈ 3 കേസും വെച്ചാണ് നമ്മൾ ബേസിസ് സ്ട്രെങ്തിന്റെ ഓർഡർ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അറേഞ്ച് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിസ് സ്ട്രെങ്ത്. ഇത്രയും കോമ്പോണന്റ് നിങ്ങൾ ബേസിസ് സ്ട്രെങ്തിന്റെ ഓർഡർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് കൊടുക്കാനാ ക്വസ്റ്റ്യൻ. അപ്പൊ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ് ഓർഡറാ. അപ്പൊ ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, ഡിക്രീസിംഗ് എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബേസിസ് സ്ട്രെങ്ത് ആർക്കാ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ആദ്യം ചെയ്യണം. നിങ്ങൾ പ്രൈമറി സെക്കൻഡറി ഒക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ, അമോണിയ ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് പ്രൈമറി എന്ന് നോക്ക്. സെക്കൻഡറി, ഇത് സെക്കൻഡറി. ഇയാൾ ആരാ? പ്രൈമറി. ഇയാൾ ആരാ? അരൈൽ അമീൻ. ഇത് അമോണിയ. അപ്പൊ നിങ്ങൾ പറ ഏറ്റവും കൂടുതൽ ബേസിസ് സ്ട്രെങ്ത് ആർക്കാണ്? സെക്കൻഡറി അമീൻ. അപ്പൊ അവനെ നമുക്ക് ആദ്യം എഴുതാം. ആരാണ്? C2H5 ടോയ്സ് NH. അവനാണ് ഏറ്റവും കൂടുതൽ. ഡിക്രീസിംഗ് ഓർഡർ അല്ലേ, അവനാണ് ഏറ്റവും കൂടുതൽ. അവനെക്കാളും കുറച്ച് കുറവാണ് ആർക്കെന്ന് പറഞ്ഞാൽ സെക്കൻഡ്. ഇതെന്ന് പറഞ്ഞാൽ ഈത്തയിലാണ്. ഈത്തന്റെ കേസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെക്കൻഡറി. കഴിഞ്ഞ് ടെർഷറി ഉണ്ടോ എന്ന് നോക്കുക. ടെർഷറി ഇല്ല. അപ്പൊ പ്രൈമറി ഉണ്ടോ എന്ന് നോക്കുക. അടുത്ത് പ്രൈമറി ഉണ്ട്. ആരാണ്? C2H5. ഓക്കെ, ക്ലിയർ. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ആൽക്കൈൽ അമീനാണ്. ആൽക്കൈൽ അമീന്റെ അകത്തുള്ള ഓർഡർ നമ്മൾ നോക്കിയപ്പം ആരൊക്കെയാണ്? ഇത് ആരാ? ടെർഷറി, സെക്കൻഡറി, പ്രൈമറി. അത് കഴിഞ്ഞ് ഇനി ആര് വരുന്നുണ്ട്?
ഇനി ആരൊക്കെയാ ഉള്ളത്? രണ്ടുപേര്, അരയിൽ അമീനും അമോണിയ. നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അമോണിയക്കാണ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതൽ. അടുത്ത ആരാണ്? അമോണിയ. അമോണിയയെക്കാളും കുറവാണ് ആരെന്ന് പറഞ്ഞാൽ ബെൻസീൽ അമീൻ എന്ന് പറഞ്ഞാൽ. അരയിൽ അമീന് അമോണിയക്കാളും ബേസിക് സ്ട്രെങ്ത് കുറവാണ്. അപ്പൊ നമ്മൾ ആരെഴുതും? C6H5NH2. അപ്പൊ ഏറ്റവും കുറവ് ആർക്കാണ്? അരയിൽ അമീൻ. അമോണിയക്കാളും അരയിൽ അമീൻ എന്താണ്? ബേസിക് സ്ട്രെങ്ത് കുറവാണ്. സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത് എഴുതാൻ എല്ലാവർക്കും മനസ്സിലായോ? എന്റെ കുട്ടികൾക്കെല്ലാം ഇത് എഴുതാൻ മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ആദ്യം ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്നും പറഞ്ഞു ആൻസറും കൂടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഇൻക്രീസിങ് ഓർഡർ അറേഞ്ച് ചെയ്യാം. നേരത്തെ ക്വസ്റ്റ്യൻ ഡിക്രീസിങ് ആയിരുന്നു, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലോട്ട്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ നിങ്ങൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഒക്കെ മാർക്ക് ചെയ്യണം. നോക്കൂ, ഇതാരാ? ഇത് പ്രൈമറി അമീൻ. ഇയാളാരാ? അരയിൽ അമീൻ. ഇതാരാ? അരയിൽ അമീൻ. ഇയാൾ അമോണിയ. ദിസ് ഈസ് ആൾസോ പ്രൈമറി ആണ്. അരയിലെന്ന് വിചാരിക്കരുത്, കാരണം NH2 അറ്റാച്ച് ചെയ്യുന്നത് ആരില്ല? ആൽക്കൈൽ ഗ്രൂപ്പില. അത് ബെൻസീൻ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിട്ട് കാര്യമില്ല. NH2 അറ്റാച്ച് ചെയ്ത ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് ആൽക്കൈൽ അമീൻ തന്നെയാ. ബട്ട് സ്റ്റിൽ ആൽക്കൈൽ അമീനേക്കാളും ബെൻസീൻ റിങ്ങിന്റെ പ്രസൻസ് കാരണം കുറച്ച് ബേസിക് സ്ട്രെങ്ത് കുറയും. അതാണ് അത് എക്സെപ്ഷൻ കേസ് പറഞ്ഞു, ഇമ്പോർട്ടന്റ്. ഇയാൾ ആരാ? സെക്കൻഡറി. അപ്പൊ ഓർഡർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് അല്ലേ ചോദിച്ചത്. അപ്പൊ ചെറുതിൽ നിന്നും വലുതോട്ട് എഴുതണം. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുതാരാണ്? അരയിൽ അമീൻ. അവൻ ആദ്യം എഴുതി. അതിനേക്കാളും കൂടുതൽ ആർക്കാണ്? അമോണിയ. അടുത്ത അമോണിയേക്കാളും കൂടുതൽ ആരാണ്? നമ്മൾ ഇത് ഏത് സബ്സ്റ്റിറ്റ്യൂട്ടാ കിടക്കുന്നത്? ഈത്തയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈത്തയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണമെങ്കിൽ ഓർഡർ ഏതാണ്ട പ്രൈമറി, ടെർഷറി, സെക്കൻഡറി. അതാണ് ഈതയിലെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് പ്രൈമറി ആദ്യം എഴുതണം. നോക്കിയപ്പോ 2 പ്രൈമറി ഉണ്ട്. ഈ 2 പ്രൈമറിയിൽ ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് ആർക്കാണ്? ഇയാൾക്കാണ്. കാരണം ഇയാളുടെ ബെൻസീൻ റിംഗ് ഈ 2 പേർക്കും ബാക്കിയുള്ള ആൾക്കാരെക്കാളും കൂടുതലായിരിക്കും. അമോണിയേക്കാളും അരയിൽ അമീനേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ അരയിൽ അമീൻ എന്ന് പറഞ്ഞാൽ അൺലിങ്ക് കേട്ടോ. പക്ഷേ ഇവിടെ ബെൻസീന്റെ പ്രസൻസ് വരുന്നതുകൊണ്ട് ഇയാളെക്കാളും ബേസിക് സ്ട്രെങ്ത് ഇവന് കുറവായിരിക്കും. സോ മൂന്നാമത് അയാൾ എഴുതും. അയാൾ കഴിഞ്ഞ് ഈ പ്രൈമറി എഴുതും. ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് ആർക്കാണ്? സെക്കൻഡറിക്ക്. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഇയാളും പ്രൈമറി അമീൻ തന്നെയാണ്. കാരണം NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് CH2-ലായതുകൊണ്ട് അത് ആരാണ്? ആൽക്കൈൽ അമീൻ തന്നെയാണ്. അതുകൊണ്ട് അതും പ്രൈമറി, ഇതും പ്രൈമറി. ഇവ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൽ ബെൻസീൻ റിംഗ് വന്നതുകൊണ്ട് ഇവനെക്കാളും ഇവന്റെ ബേസിക് സ്ട്രെങ്ത് തന്നെ കുറച്ച് കുറവായിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. രണ്ടാമത്തെ ദിവസം ഇതേപോലെയാണ്. ട്രൈ യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കമന്റ് ചെയ്താൽ മതി. ഇയാളെ A ആയിട്ട് എടുക്കുക, ഇയാൾ B ആയിട്ട് എടുക്കുക, ഇയാൾ C ആയിട്ട് എടുക്കുക, ഇയാൾ D ആയിട്ട് എടുക്കുക. അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓർഡർ ഇതിൽ ABCD ഇട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമന്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കൂടി ആകുമ്പോൾ നിങ്ങൾ പക്ക ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ കണ്ടോ എല്ലാവരും? ക്വസ്റ്റ്യൻ എന്താണ്? സെയിം സിമിലർ ക്വസ്റ്റ്യൻ. ഇൻക്രീസിംഗ് ഓർ അറേഞ്ച് ചെയ്യുക. പക്ഷെ മീതേൽ സബ്സ്റ്റിറ്റ്യൂട്ടാ. ഏത് സബ്സ്റ്റിറ്റ്യൂട്ടാണ്? മീതേൽ സബ്സ്റ്റിറ്റ്യൂട്ടാ. നേരത്തെ പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട പ്രൈമറി, സെക്കൻഡറി ആദ്യം എഴുതി വെക്കുക. ഇതാരടാ? പ്രൈമറി. ഇയാൾ ആരടാ? സെക്കൻഡറി. ഇയാൾ ആരടാ? ടെർഷറി. ഇയാൾ ആരടാ? അരയിൽ അമീൻ. ഇയാൾ ആരടാ? പ്രൈമറി. ഓർമ്മ ഉണ്ടല്ലോ? ഞാൻ പഠിപ്പിച്ച ഓർമ്മ ഉണ്ടല്ലോ? ബെൻസീൻ റിംഗിൽ CH2NH2 ആരെന്നാ? പ്രൈമറി തന്നെയാണ്. ആരാടാ? പ്രൈമറി തന്നെയാണ്. സംശയമുണ്ടോ? ക്ലിയർ ആണേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പക്ക ഓക്കെ അല്ലേടാ? കുട്ടികൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? പക്ക ഓക്കെ അല്ലേ ഇത്? ഓക്കെ. അപ്പൊ ഇത് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഏറ്റവും കുറവ് ആർക്കാണ് ഇതിൽ? അരയിൽ അമീൻ ഉണ്ടോ നോക്കാം. ഓക്കെ, അരയിൽ അമീൻ ഉണ്ട്. അപ്പൊ അവനാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞ് അമോണിയക്കാണ്. അമോണിയ ഉണ്ടോ നോക്കിയപ്പോൾ അമോണിയ ഇല്ല. അത് കഴിഞ്ഞ പിന്നെ ഇത് ഏതാണ്? മീതേൽ സബ്സ്റ്റിറ്റ്യൂട്ടാ. മീതേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അതിന്റെ ഓർഡർ നിങ്ങൾ നോക്കുമ്പോൾ മീതേലിൽ ഏറ്റവും കുറവ് ആർക്കാണ്? ടെർഷറി. അത് കഴിഞ്ഞ് പ്രൈമറി. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? സെക്കൻഡറി. അപ്പൊ നിങ്ങൾ അതില് ടെർഷറി ഉണ്ടോ നോക്കി. നിങ്ങൾ അതിൽ എന്തുണ്ടോ നോക്കി? ടെർഷറി ഉണ്ടോ നോക്കി. ഇതിൽ ടെർഷറി ഉണ്ടോ? അതിൽ ടെർഷറി നമ്മൾ നോക്കും. ടെർഷറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഉണ്ടോ എന്ന് നോക്കും. പക്ഷെ നമ്മൾ ടെർഷറി നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരാളെ നോക്കണം. കാരണം ഈ അരയലിനേക്കാളും കുറച്ച് കൂടുതലാണ് അമോണിയ. അമോണിയേക്കാളും കുറച്ച് കൂടുതലേ ഉള്ളൂ ആർക്കെന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി അമീന്. കാരണം അവിടെ ബെൻസീൻ റിംഗ് വന്നു.
ബെൻസീൻ റിംഗ് വന്ന അവൻ്റെ ബേസിസ് സ്ട്രെങ്ത് വളരെ കുറവാണ്. ഇവിടുത്തെ കേസിൽ നിങ്ങൾ കണ്ടേ ബെൻസീൻ റിംഗ് വന്നപ്പോൾ നമ്മൾ അമോണിയേക്കാളും തൊട്ടടുത്തല്ലേ ബെൻസീൻ റിംഗ് വരുന്ന എഴുതിയത്. കാരണം ഈ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടനും ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടന്റെ ബേസിസ് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അവന്മാരെക്കാളും എല്ലാം വളരെ കുറവായിരിക്കും ആരെന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് വന്ന. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് അരൈൽ റിംഗ്, ഇതിനേക്കാളും ഇയാൾക്ക് ബേസിസ്, പക്ഷേ ഈ ടെർഷ്യറി പ്രൈമറിയേക്കാളും ഒക്കെ ബേസിസ് സ്ട്രെങ്ത് കുറവായിരിക്കും. കാരണം ബെൻസീൻ റിംഗ് വന്ന ബേസിസിറ്റി കുറയും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് ആദ്യം ഏറ്റവും കുറവ് ആർക്കാണ്? അരയിൽ ബെൻസിൻ, അത് കഴിഞ്ഞ് അമോണിയ. അമോണിയ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ആളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെൻസിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് മീൻസ് ഒരു ബെൻസീൻ റിംഗിൽ ഒരു CH2NH2 വരുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ. അപ്പോൾ രണ്ടാമത് ഇവൻ വയ്ക്കാം. ഇതിനുശേഷം നമ്മൾ ഓർഡർ അങ്ങ് അറേഞ്ച് ചെയ്യുക. ആരാണ്? ടെർഷ്യറി, പ്രൈമറി, സെക്കൻഡറി. ഇതാ ഈ ഓർഡർ അങ്ങ് അറേഞ്ച് ചെയ്യുക. ടെർഷ്യറി, പ്രൈമറി, സെക്കൻഡറി, ഇൻക്രീസിങ് ഓർഡർ. അപ്പം ഇങ്ങനെ ഇത് ആദ്യം ടെർഷ്യറി, പിന്നെ പ്രൈമറി, ഏറ്റവും കൂടുതൽ ആർക്കാണ്? സെക്കൻഡറി എന്ന് പറഞ്ഞ് വെക്കുക. മനസ്സിലായോ? ഈ എൻ്റെ ഒരേ ഒരു പ്രശ്നം, ഇയാൾ രണ്ടാമത് വന്ന മനസ്സിലായോ? ഇയാൾ പ്രൈമറിയുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എല്ലാരെക്കാളും ബേസിസ് സ്ട്രെങ്ത് കുറവാണ്. എന്താണ്? ഒരു ബെൻസീൻ റിംഗ് വന്നാൽ ബേസിസ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും എന്ന കാര്യം ഓർത്തിരിക്കും. ഇവിടെ അത് തന്നെയാണ് കേസ്. ഇനി അങ്ങനെ പറയാൻ വിട്ടുപോയി. ഇവിടെയും വേറെ പ്രശ്നമില്ല. അമോണിയ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂടുതലേ ഉള്ളൂ ഇയാൾക്ക് ബേസിസ് സ്ട്രെങ്ത്. ബാക്കി എല്ലാവരെക്കാളും പ്രൈമറി, സെക്കൻഡ്, ടെർഷ്യറിയേക്കാളും ഇവന്റെ ബേസിസ് സ്ട്രെങ്ത് എന്ത് തന്നെയാണ്? കുറവ് തന്നെയാണ്. ഓർത്തിരിക്കുക. അപ്പൊ ഏറ്റവും കുറവ് ബേസിസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് പഠിക്കേണ്ട അനിലിൻ, ബെൻസീൻ റിംഗിൽ NH2, അത് കഴിഞ്ഞ് അമോണിയ, അത് കഴിഞ്ഞ് ബെൻസീൻ ഗ്രൂപ്പ് വേറെ ഏതെങ്കിലും ഒരു ആൽക്കൈലിൽ വന്ന അവന് കുറവാണ്. ഇത് മൂന്നും മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഓർഡർ അങ്ങ് ഫോളോ ചെയ്യുക. മീഥൈലാണെങ്കിൽ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഓർഡർ ഫോളോ ചെയ്യുക. ഈഥൈലാണെങ്കിൽ ഈ ഓർഡർ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. മനസ്സിലായോ? ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കും എക്സാമിന്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് പഠിക്കാതെ പോകരുത്. നാളെ ഷുവർ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ബൈ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.